കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി ഒ.ആർ. കേളു പോലീസിന് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ദീപക് മോഹനും റിനു ശ്രീധറും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ദീപക് മോഹനിലേക്ക്. ദീപക് മോഹൻ, മാനന്തവാടി പയ്യാമ്പള്ളി കൂടൽക്കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയവർക്ക് ചെക്ക് ഡാം കണ്ടിട്ട് പോയാൽ പോരെ എന്നതാണ് ആദ്യത്തെ ചോദ്യം. അവിടെ എത്തിയ വിനോദസഞ്ചാരികൾ നാട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കുന്നു. കല്ലെടുത്തിടിക്കാൻ തുടങ്ങിയ ഒരാളെ തടഞ്ഞ മാതനെ ഇങ്ങനെ പഞ്ചറാക്കി കടന്നു കളഞ്ഞവരെ ഇനിയും കണ്ടെത്താനായില്ലേ? സുജയ, തീർച്ചയായും ഈ അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പയ്യമ്പള്ളി കൂടൽക്കടവ് എന്ന് പറയുന്നത് ഒരു ചെക്ക് ഡാമിനോട് ചേർന്ന സ്ഥലമാണ്. അവിടെ നിരവധി ആളുകൾ കുളിക്കാനായും മീൻ പിടിക്കാനും ഒക്കെയായി വരാറുള്ള സ്ഥലമാണ്. വിനോദസഞ്ചാരികൾ അടുത്തിടെയായി എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലത്താണ് ഇന്നലെ വൈകിട്ട് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. മാതൻ എന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. മാതൻ, അദ്ദേഹം നേരത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു. ആ വാഹനത്തിന് സമീപത്തേക്ക് എത്തിയ സമയത്ത് ഡോർ അടച്ചപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഇടത് കൈയുടെ തള്ളവിരൽ ഡോറിനിടയിൽ കുടുങ്ങി. നമ്മളിപ്പോൾ രാവിലെ ആശുപത്രിയിൽ പോയി കണ്ട സമയത്ത് വിരലിന് പൊട്ടലുണ്ട്. മാത്രമല്ല അരയ്ക്ക് താഴോട്ട്, അതായത് കാൽമുട്ടിനും കൈക്കും കാലിന്റെ ഉപ്പൂറ്റി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ നിലത്ത് റോഡിൽ ഉരഞ്ഞ് അതിഗുരുതരമായ പരിക്കുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. കിടക്കാൻ പോലും മര്യാദയ്ക്ക് കഴിയാതെ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ വാഹനത്തിന്റെ നമ്പർ അടക്കം നമ്മൾ രാവിലെ മുതൽ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുകളൊന്നും പോലീസ് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഈ വാഹനത്തിന്റെ നമ്പർ വെച്ച് RC ഓണറെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. മാത്രമല്ല, നേരത്തെ മാതൻ നമ്മളോട് പ്രതികരിച്ചത് വാഹനത്തിൽ 4 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഈ മുൻഭാഗത്തെ സീറ്റിലിരിക്കുന്ന ആളും തൊട്ട് പുറകിലിരുന്ന ആളും കൂടി ചേർന്നാണ് മാതന്റെ കൈ പിടിച്ച് ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയത്. ഭാഗ്യം കൊണ്ടാണ് മാതന്റെ ദേഹത്ത് ആ വാഹനം കയറാതെ രക്ഷപ്പെട്ടതെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ് അദ്ദേഹം. അല്പം മുൻപ് വിവിധ രാഷ്ട്രീയ കക്ഷികളുള്ള ആളുകൾ വരെ ഈ മാതനെ ഇപ്പോൾ സന്ദർശിച്ചപ്പോൾ നമ്മളോടൊപ്പം BJP-യുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവിൽ ചേരുകയാണ്. മാതനെ സന്ദർശിച്ചു. അതിദാരുണമായിട്ടുള്ളൊരു സംഭവം. അദ്ദേഹത്തിന് കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്തൊരു സാഹചര്യം. അദ്ദേഹം ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഗതികേടും നമ്മൾ കണ്ടു. നോക്കൂ, പ്രതികരണശേഷിയില്ല എന്നുള്ളതൊഴിച്ചാൽ ഒരു ആദിവാസി സമൂഹത്തോട് അവർക്ക് പണം കുറവുണ്ടാവാം, അവർക്ക് പ്രതികരണശേഷി കുറവുണ്ടാവാം. ഇത് കുറച്ച് നാളുകളായിട്ട് ഈ ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. താലിബാനിസത്തെ വെല്ലുന്ന തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒരു കൃത്യം നടത്തിയിരിക്കുകയാണ്. നോക്കൂ, അതിനുശേഷം പോലീസിൻ്റെ അനാസ്ഥ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നൊരു സാഹചര്യം. നിലവിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? ഭരണ സംവിധാനത്തിലെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് RC ബുക്ക് ആരുടെ പേരിലാണെന്നൊക്കെ അറിയാൻ ഇത്രയും മണിക്കൂറുകൾ കാത്തിരിക്കണമോ? ഇപ്പോൾ പോലീസ് പറയുന്നത്, ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് അത് വിറ്റതാണോ, വാഹനം വിറ്റതാണോ എന്നൊക്കെ പരിശോധിക്കുന്നുള്ളൂ. എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു? പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നിസ്സംഗത, അലംഭാവം. അതുപോലെ തന്നെ നമുക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്, അദ്ദേഹത്തിന് ഒന്ന് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഗതികെടുമ്പോൾ അടിയന്തരമായിട്ടുള്ള സഹായം എത്തിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ട്രൈബൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരാളും അദ്ദേഹത്തെ ഇത്രയും നേരം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിശക്തമായിട്ട് പ്രതികരിക്കേണ്ട വിഷയമാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള വിഷയമാണ്. സമൂഹം ഒന്നടങ്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത്. സുജിയ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് KL 52H 8733 എന്ന മാരുതി സുസുക്കി സെലേറിയോ ചുവന്ന നിറത്തിലുള്ള വാഹനമാണ് മാതനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. ഈ അന്വേഷണം എവിടെ എത്തി എന്നതുകൂടി നോക്കാം. ദീപക് മോഹൻ, അങ്ങനെ ഒരു ആദിവാസി യുവാവിനെ ഇത്രയും ക്രൂരത കാട്ടിയിട്ട് അങ്ങനെ നിഷ്പ്രയാസം രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നും എന്തായാലും നമ്മുടെ നാട്ടിൽ നിലവിലില്ല. എന്തുകൊണ്ട് അന്വേഷണത്തിൽ ഇതുവരെ അവരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്ക്